നമസ്കാരം. വലിയ വിവാദങ്ങൾക്കൊടുവിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയരാകേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന നിലപാട് കടുപ്പിച്ചതോടെയാണ് ടൂർണമെന്റ് അനിശ്ചിതത്വത്തിലായത്. ഇന്ത്യയില്ലാതെ ടൂർണമെന്റ് നടത്തുമെന്നടക്കം PCB വെല്ലുവിളി നടത്തിയെങ്കിലും ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെന്റ് നടത്താനുള്ള സമ്മതം പാകിസ്ഥാൻ നൽകിയെന്നും ICC ഇത് അംഗീകരിച്ചു എന്നുമാണ് വിവരം. ഇതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ദുബായിയാകും വേദിയാവുക. ഇന്ത്യയും ദുബായിൽ കളിക്കുന്നതിനോട് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വിട്ട് ദുബായിലേക്ക് മത്സരം എത്തുമ്പോൾ മുൻതൂക്കം ഇന്ത്യക്കാണോ അതോ പാകിസ്ഥാനാണോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ അല്പം കൂടി മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ദുബായിലെ വേദി പാകിസ്ഥാനെ സംബന്ധിച്ച് പുതുമയുള്ള വേദിയല്ല. ഏറെക്കാലം പാകിസ്ഥാനിൽ പരമ്പര കളിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഈ സമയത്ത് പാകിസ്ഥാൻ തങ്ങളുടെ ഹോം മത്സരങ്ങൾ നടത്തിയിരുന്നത് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയേക്കാൾ നന്നായി ഇവിടുത്തെ പിച്ചും സാഹചര്യവും പാകിസ്ഥാൻ അറിയാം. പാകിസ്ഥാൻ താരങ്ങൾക്ക് ഇന്ത്യയേക്കാൾ അനുഭവ സമ്പത്ത് ദുബായിലുള്ളത് അവർക്ക് ഗുണകരമായി മാറാനും സാധ്യതയുണ്ട്. ഇന്ത്യ ദുബായിൽ കളിച്ചത് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ്. IPLന്റെ ഭാഗമായും ദുബായിൽ ഇന്ത്യൻ താരങ്ങൾ കളിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ അത്ര അനുഭവ സമ്പത്ത് ഈ മൈതാനത്ത് ഇന്ത്യക്കില്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെക്കാളും മാനസികമായ മുൻതൂക്കം പാകിസ്ഥാനായിരിക്കും ഉണ്ടാവുക. ഇത് പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ മുൻതൂക്കം നൽകുന്ന കാര്യമാണെന്ന് തന്നെ പറയാം. പാകിസ്ഥാനെ സംബന്ധിച്ച ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് അഭിമാന പ്രശ്നം കൂടിയാണ്. ഇത്തവണ ഈ വാശി കൂടിയിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇത്തവണ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇത് മാനസികമായി പാകിസ്ഥാന് കൂടുതൽ കരുത്ത് നൽകുന്നതാണ്. ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടക്കേണ്ടതായിരുന്നു എങ്കിലും ഇന്ത്യയുടെ കടുംപിടുത്തമാണ് വേദി മാറ്റത്തിന് കാരണമായത്. ഇതിൽ പാകിസ്ഥാൻ താരങ്ങൾക്കും മാനേജ്മെന്റിനും കടുത്ത അതൃപ്തിയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ദുബായിൽ ഇറങ്ങാൻ പോകുന്നത്. പാകിസ്ഥാന് വലിയ ആരാധക പിന്തുണ ദുബായിൽ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയേക്കാൾ ആരാധക പിന്തുണ പാകിസ്ഥാന് പ്രതീക്ഷിക്കാം. ദുബായിൽ പാകിസ്ഥാന് മാനസികമായും അനുഭവ സമ്പത്തിലൂടെയും വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. ഇതോടൊപ്പം പാകിസ്ഥാന്റെ ഇന്ത്യയോട് പകരം വീട്ടാനുള്ള വാശിയും ചേരുമ്പോൾ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രധാന മത്സരങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. മികച്ച താരനിരയാണ് പാകിസ്ഥാനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭയക്കുക തന്നെ ചെയ്യണം. 2015 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ കപ്പിൽ മുത്തമിട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ നേരിയ മുൻതൂക്കവും ഉണ്ട്. ബൗളിംഗ് നിരയും ബാറ്റിംഗ് നിരയും ഒരുപോലെ മികവ് കാട്ടിയാൽ പാകിസ്ഥാന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. മുഹമ്മദ് റിസ്വാന് കീഴിൽ പാകിസ്ഥാന്റെ സമീപകാല പ്രകടനങ്ങൾ ഭേദപ്പെട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ജയം അനായാസമായിരിക്കില്ല എന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമെല്ലാം മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. പാകിസ്ഥാന് ബാബർ അസമിന്റെ മോശം ഫോമും പ്രശ്നമാണ്. എന്തായാലും പാകിസ്ഥാന് ഇന്ത്യയെക്കാളും മുൻതൂക്കം ചാമ്പ്യൻസ് ട്രോഫിയിൽ അവകാശപ്പെടാൻ സാധിക്കുന്നതാണ്.